വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിയുമായിട്ടാണ്. തേങ്ങ വറുത്തരച്ച മീൻകറി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കറി ലീവ്സ്, ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചുവന്ന നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി അനുവദിക്കണം. അതിനുശേഷം വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ റോസ്മെൽ മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 പീസ് കുടംപുളി ചെറുതായി ചോപ്പ് ചെയ്തതാണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഇത് നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും നൽകും. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. 500 ഗ്രാം അയലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അയില തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീൻ ഉപയോഗിച്ചും ഇതുപോലെ കറി ഉണ്ടാക്കാം. കറിയിൽ മീൻ മുങ്ങിക്കിടക്കണം. ഇനി ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഈസി ആയ റെസിപ്പിയാണ്, അതേസമയം വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.